ആശങ്കയും സന്തോഷവും ഒരേപോലെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ മോശ വിതച്ചത് പ്രതീക്ഷയുടെ വചനങ്ങൾ തന്നെയായിരുന്നു. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മളെല്ലാവരും. 2025 കഴിഞ്ഞിട്ട് 2026 കടക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളാണ് വരുന്നത്. പലർക്കും എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, സന്തോഷമായിരിക്കും. എന്നാൽ അതിനോടൊപ്പം തന്നെ ആശങ്കയും ഉളവാക്കുന്ന ഒരു കാര്യമാണ് പുതിയൊരു വർഷം എന്നത്. പ്രത്യേകിച്ച് ചുറ്റും യുദ്ധ ഭീതിയും പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും വലിയ മോശം വാർത്തകളും ഒക്കെ നമ്മളെ ഓരോ ദിവസവും എതിരേൽക്കുമ്പോൾ ഈ ഒരു വർഷവും എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്ക എല്ലാവരുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ്. ഈ ഒരു വർഷം നമ്മളെ പിന്നിട്ട് പുതിയൊരു വർഷത്തിലേക്ക് ദൈവം നമ്മളെ നടത്തിയല്ലോ എന്നുള്ള ആ ഒരു നന്ദി ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജ് ഞാൻ തുടങ്ങുകയാണ്. ആശങ്കകൾ വരുന്ന മനസ്സുകൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയുള്ള പ്രത്യാശ നൽകുവാൻ ഈ ഒരു മെസ്സേജിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ സന്തോഷവും ആശങ്കയും ഒരേപോലെ അനുഭവിച്ച ഇസ്രായേൽ മക്കളുടെ ഒരു ചെറിയ കാലഘട്ടത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇസ്രായേൽ മക്കൾ പലായനമൊക്കെ കഴിഞ്ഞ് ഏകദേശം കനാൻ ദേശത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവരെ നേരിട്ടത് വലിയൊരു നദിയാണ്, യോർദാൻ നദി. അതിൻ്റെ ആ ഒരു കരയിലിരുന്ന് മോശ ഇസ്രായേൽ മക്കളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം. മോശ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവർ പിന്നിട്ട വഴികളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം മോശ വലിയൊരു സത്യമാണ് അവരുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നത്. മോശ അവരോട് പറയുകയാണ്, എനിക്ക് ഈ ഒരു യോർദാൻ നദി കടക്കുവാനുള്ള അവകാശമില്ല. ദൈവം എന്നെ ഇതിൽ നിന്നും വിലക്കിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൂടെ കനാൻ ദേശത്ത് പോകാൻ ഉള്ള ആ ഒരു ഭാഗ്യവാന്മാരുടെ കൂടെ ഞാനില്ല. ഈ ഒരു സത്യം മനസ്സിലാക്കി അവർക്ക് എന്താണെങ്കിലും വലിയ ആശങ്ക ഉളവാക്കിയ ഒരു വാർത്ത തന്നെയാണ്. കാരണം ഈ കാലമൊക്കെയും ഒരു കാലഘട്ടത്തോളം അവരെ നയിച്ച ദൈവമാണ് അവരെ കൊണ്ടുവന്നതെങ്കിലും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ലീഡറാണ് മോശ. ആ മോശ ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സങ്കടം തോന്നുന്ന ഒരു വലിയ ആപ്രിഹെൻഷൻ തോന്നുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. മോശ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാവുകയില്ല, പക്ഷേ ഭയപ്പെടേണ്ട. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നു പോകും. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകുകയില്ല, പക്ഷേ നിങ്ങളോട് കൂടെ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പായിട്ട് കടന്നു പോകുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയാണ്. ഇതിനുശേഷം ഇതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്, നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോകുന്നു. 8-ാമത്തെ വാക്യം, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കുകയും അരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ മുമ്പായിട്ട് പോകുന്നു, അവൻ നിന്റെ കൂടെ പോകുന്നു. ഇത് രണ്ട് കാര്യങ്ങളാണ്. ദൈവം കാലത്തിനും സമയത്തിനും അതീതനാണ് എന്നുള്ള വലിയ വാസ്തവമാണ് ഇവിടെ മോശ പറഞ്ഞു കൊടുക്കുന്നത്. അവൻ നിങ്ങൾക്ക് മുമ്പായിട്ട് പോകുന്നവനാണ്. നമ്മൾക്കറിയാം, ഒരാൾ മുമ്പേ പോവുക എന്ന് പറഞ്ഞാൽ ആ ആൾ നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ മോശ പറയുകയാണ്, അവൻ നിന്റെ കൂടെ ഇരിക്കുന്നു, അവൻ നിന്റെ കൂടെ പോകുന്നു, മുമ്പേ പോവുകയും ചെയ്യും, എന്നാൽ അവൻ്റെ പ്രസൻസ് നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ കൂടെയും ഉണ്ട്. വലിയ ഒരു യാഥാർത്ഥ്യം. ദൈവം നമ്മൾക്ക് മുമ്പേ പോയി വഴിയൊരുക്കുന്നവനാണ് എന്നുള്ള ഈ ഒരു വലിയ സത്യം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഈ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലം ഈ ഒരു വേദഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവം മുമ്പേ പോകുന്നു എന്നുള്ള ഈ ഒരു വചനം അക്ഷരാർത്ഥത്തിൽ ദൈവം നിവർത്തിച്ച് കാണിക്കുകയായിരുന്നു പിന്നീട് അവർ കണ്ട സാഹചര്യം എന്ന് നമ്മൾ വായിച്ചു കാണുന്നത്. മോശ മരിച്ചതിനൊക്കെ ശേഷം പിന്നീട് അവരെ നടത്തിയത് യോശുവയാണ്. യോർദാൻ്റെ നദിയുടെ ആ ഒരു കര കടക്കാൻ വേണ്ടി അവർ ചെല്ലുന്ന ആ ഒരു സമയത്ത് യോശുവ അവരോട് പറയുകയാണ്, യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ
യോർദാൻ നദിയിലേക്ക് ഇറങ്ങി അതിൻ്റെ നടുക്ക് നിൽക്കുക. യഹോവയുടെ പെട്ടകം ചുമന്ന് എന്ന് പറഞ്ഞാൽ യഹോവയുടെ പ്രസൻസ് ചുമന്നുകൊണ്ട് ആ പുരോഹിതന്മാർ ആ യോർദാന്റെ നദിയിൽ കാലെടുത്ത് വെച്ച ആ നിമിഷം യോർദാൻ നദി രണ്ടായിട്ട് വകഞ്ഞു മാറി അവർക്ക് പോകാനുള്ള വഴി അവിടെ ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ പെട്ടകം അവർക്ക് മുമ്പേ പോവുകയാണ്. മുമ്പേ പോയതിനു ശേഷമാണ് അവിടെ വഴി ഒരുങ്ങിയത്. മുമ്പേ പോയി അവരുടെ മുമ്പിലുണ്ടായിരുന്ന ആ ഒരു തടസ്സം മാറ്റുന്ന ദൈവത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരേ സമയം സന്തോഷവും ആശങ്കയും അന്ന് മോശയുടെ ആ അഭിസംബോധന കേൾക്കുന്ന സമയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആശങ്കയെ മാറ്റി അവർക്ക് മുമ്പേ പോയ ദൈവത്തെ അവിടെ അവർക്ക് കാണാൻ സാധിച്ചു. ഇതേ ദൈവം ഇന്നും നമ്മളോടൊക്കെ പറയുകയാണ്. പുതിയൊരു വർഷം എന്നത് നമ്മൾ കാണാത്ത കാര്യമാണ്. നമ്മൾക്കറിയില്ല നമ്മൾക്ക് വേണ്ടി എന്താണ് മുമ്പിലുള്ളത് എന്നുള്ളത്. പക്ഷേ നിന്റെ ഭാവി നിനക്കാണ് ഭാവി. പക്ഷെ ഇതൊക്കെ എനിക്ക് വെറും ഭൂതകാലമാണ് എന്ന് തന്നെയാണ് ദൈവം നമ്മളോടൊക്കെ പറയുന്നത്. നീ ചുവട് വെക്കുന്നതിന് മുമ്പേ തന്നെ അവിടെ പോയി നിന്റെ തടസ്സങ്ങളൊക്കെ മാറ്റി ഞാൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ മുമ്പേ പോയി അവർക്ക് വേണ്ടി വഴിയൊരുക്കുക, അവരുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറ്റിയ, അവരൊരിക്കലും കാണാത്ത പുതിയ കാര്യങ്ങളെ അവർക്ക് നിർവഹിച്ചു കൊടുത്ത, പുതിയ പാലും തേനും ഒഴുകുന്ന സ്ഥലത്തേക്ക് അവരെ നടത്തിയ അതേ ദൈവം ഇന്നും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അതേ പ്രകാരം തന്നെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്, നടത്തിത്തരുന്നത്. അപ്പോൾ ഈ ഒരു വർഷം പ്രതീക്ഷയുടെ വർഷം തന്നെയായിരിക്കട്ടെ. ദൈവം നമ്മളോട് ചോദിക്കുന്നത്, ഞാൻ നേരത്തെ പോയ വഴികളിലേക്ക് നീ മുമ്പോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ്. ഇതിന് പകരം നമ്മളുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും വരുന്ന ഒരു ചിന്ത, കർത്താവ് ഈ ഒരു വർഷം എങ്ങനെയായിരിക്കും, കഴിഞ്ഞ വർഷം പോലെ തന്നെ മോശമായിരിക്കുമോ എന്നത് ആയിരിക്കരുത് നമ്മൾ മനസ്സിൽ വരുന്ന ചിന്ത. ഏറ്റവും ശുഭഭാവി നമ്മൾക്ക് നേടിത്തരുന്ന അതേ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ഒരു പുതിയ വർഷം നമ്മൾക്ക് പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടെ തന്നെ വരവേൽക്കാം. നമ്മൾ ഒരുപക്ഷെ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത രീതികളും വഴികളിലുമോടും ഒക്കെ ആയിരിക്കും ദൈവം നമ്മളെ ഈ ഒരു വർഷവും നടത്താൻ ആഗ്രഹിക്കുന്നത്. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നമ്മൾക്ക് വിട്ടുകൊടുക്കാം. ഇതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം പ്രതീക്ഷയുടെ ശുഭഭാവിയുടെ വർഷം തന്നെയായിരിക്കട്ടെ. So come fall in love with Jesus and fall in love with the word of God.